ഉപകരണങ്ങളോടെ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ വേദനകളിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് നമ്മുടെ വേദനകളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ്. നമ്മുടെ സഹനങ്ങളിൽ നമ്മളെ കൈപിടിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് നമ്മുടെ സഹനങ്ങളുടെ ഓരോ നിമിഷങ്ങളിലും നമ്മളെ കൈക്ക് പിടിച്ച് നടത്തുന്ന കർത്താവാണ്. ഇതാ നിത്യമായ സ്നേഹം, ഇതാ നിത്യമായ കരുണ, ഇതാ എന്നും നിലനിൽക്കുന്ന വിശ്വസ്തനായ കർത്താവ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാമത്തെ തിരുവചനം, 19-20 തിരുവചനങ്ങൾ. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. നിന്റെ വിലാപസ്വരം കേൾക്കുമ്പോ, കരയുന്നത് ദൈവം കേൾക്കുമ്പോ, ദൈവസന്നിധിയിൽ വിലപിക്കുന്നതും കണ്ണുനീർ വാർക്കുന്നതും ദൈവം കേൾക്കുമ്പോൾ വചനം പറയാണ്, കർത്താവ് നിന്നോട് കരുണ കാണിക്കും. അവിടെ നിന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. എന്തൊരു വിശ്വസ്തതയാണെന്ന് നോക്കിക്കേ. പക്ഷേ നമ്മുടെ കർത്താവ് നമുക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും, കഷ്ടതയും ക്ലേശവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചാലും വചനം പറയാണ്, കർത്താവ് നമ്മളിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏത് അനുഭവത്തിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും, നിന്റെ ജീവിതത്തിന്റെ ഏത് സങ്കടങ്ങളുടെ, ദുഃഖങ്ങളുടെ, ദുരിതങ്ങളുടെ, വേദനകളുടെ, കണ്ണുനീരിന്റെ, തകർച്ചയുടെ, കഷ്ടപ്പാടിന്റെ, ദാരിദ്ര്യത്തിന്റെ ഒക്കെ നടുവിലൂടെ കടന്നു പോകേണ്ടി വന്നാലും വചനം പറയുകയാണ്, ഞാൻ നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. ഇറ്റ്സ് എ പ്രോമിസ്, ഒരു വാഗ്ദാനമാണ് ദൈവത്തിന്റെ. കാരണം ദൈവം ഉടമ്പടിയുടെ ദൈവം. മറഞ്ഞിരിക്കൂലെന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കില്ല. നിന്റെ സഹനങ്ങളിലും കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്റെ കണ്ണുനീര് കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുമ്പോ അത് കർത്താവ് കാണുന്നുണ്ട്. നിന്റെ വിലാപത്തിന്റെ സ്വരം അവൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല, കാണാൻ കഴിയാത്ത വിധം അവിടുത്തെ കണ്ണുകൾക്കും കാഴ്ചയ്ക്ക് ഒരു കുറവുമില്ല, രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരങ്ങളൊന്നും കുറുകിപ്പോയിട്ടില്ല. വിശ്വസിക്കാം, ദൈവം നിലനിൽക്കുന്ന വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, കരുണയോടെ നമ്മളെ കടാക്ഷിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകനിലൂടെ തന്നെ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, കാരണം ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പെറ്റമ്മ മറന്നാലും, നിന്നോട് കരുണ കാണിക്കാൻ മറന്നുപോയാലും ഞാൻ മറക്കില്ല. ഞാൻ നിന്നോട് നിരന്തരമായ കാരുണ്യം കാണിക്കും എന്ന് പറയാണ്, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതുപോലൊരു വിശ്വസ്തത നമുക്ക് വേറെ എവിടെ പ്രതീക്ഷിക്കാൻ പറ്റും? അതുപോലെ വിശ്വസ്തനായ, നമ്മോട് ചെയ്ത ഉടമ്പടിയിൽ വിശ്വസ്തത പുലർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. മക്കളെ, നമ്മൾ ചെയ്യേണ്ടതൊന്നു മാത്രം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച് ഏറ്റെടുക്കുക.
കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അപ്പോ നിന്റെ സ്വന്തമായിട്ട് മാറും. ഇത് വിശ്വസിക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ടും വിശ്വസിക്കാൻ പറ്റാതെ പോകുന്നത് കൊണ്ടും വിശ്വാസത്തിന് ചേരാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് കൊണ്ടുമാണ് ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം നമുക്ക് സ്വന്തമാക്കാൻ പറ്റാത്തത്. അതുമല്ല, ഇനി കർത്താവ് തന്നെ ഇങ്ങനെ കണ്ണുനീരിൻ്റെയും വേദനയുടെയും സങ്കടത്തിൻ്റെയൊക്കെ അവസ്ഥകൾ അനുവദിച്ചാലും മക്കളെ വിശ്വസിക്ക്, കർത്താവ് നമ്മളെ കരുതിക്കൊള്ളും, കർത്താവ് നമ്മളെ നോക്കിക്കൊള്ളും. അതാണല്ലോ വചനം പറഞ്ഞത്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ടേ. നിന്നെ കാണുന്ന ഒരു ദൈവം, വിശ്വസ്തയോടെ നിന്നെ കാണുന്ന മോളെ, നിന്റെ ജീവിതം ഏതവസ്ഥയിലാകട്ടെ, മോനെ നിന്റെ ജീവിതം നിന്റെ കുടുംബമൊക്കെ ഏതവസ്ഥയിലാകട്ടെ, ഒരു തീരുമാനം എടുക്കാവോ? എൻ്റെ ദൈവത്തോട്, ദൈവം എന്നോട് പുലർത്തുന്നത് പോലെ ഒരു ഉടമ്പടി ബന്ധം, ഒരു വിശ്വസ്തതയുടെ ജീവിതം, നിരന്തരമായി തമ്പുരാനിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. വേറെ ഒന്നും ചെയ്യണ്ട, ബാക്കിയെല്ലാം കൂടെ പോന്നോളും. എല്ലാം കൂടെ പോരും. ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയാൽ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ തീരുമാനമെടുക്കുക. യെസ് ദൈവമേ, നിന്നോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. ദൈവമേ, നിന്നോടുള്ള വിശ്വസ്തതയിൽ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേറൊന്നും വേണ്ട. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നിന്നോടുള്ള ഉടമ്പടി ബന്ധത്തിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ, നിത്യജീവന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി സ്വന്തം രക്തത്താൽ പിതാവായ ദൈവം പുത്രനിലൂടെ നമുക്കായി തീർത്ത ആ നിത്യമായ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്താൻ, ദൈവമേ എക്കാലവും വിശ്വസ്ത പുലർത്താൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, കരുണ കാണിക്കണമേ. ഓ ദൈവമേ, മക്കളോട് കരുണ കാണിക്കണമേ. ഓ ദൈവമേ, നിന്റെ സ്നേഹം ചൊരിയണമേ. ഓ ദൈവമേ, നിന്റെ കരുണ വർഷിക്കണമേ. തകർന്നുപോയ ജീവിതങ്ങളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ. സ്നേഹം പറ്റിവരേണ്ട ജീവിതങ്ങളുടെ മേൽ നിന്റെ സ്നേഹം ചൊരിയണമേ. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെ പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ, നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാവരും ഈ നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കട തുറന്ന് കർത്താവിനെ കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ